സാധാരണയായി പൂന്തേനും പൂമ്പൊടിയും ഭക്ഷിച്ച് ജീവിക്കുന്നവയാണ് കടന്നലുകൾ. എന്നാൽ വേനലിന്റെ പാരമ്യത്തിലോ ഓട്ടം സീസണിന്റെ അല്ലെങ്കിൽ ശരത്കാലത്തിന്റെ തുടക്കത്തിലോ മറ്റു ഫുഡ് റിസോഴ്സുകൾ ഇല്ലാതെയാകുമ്പോൾ കടന്നലുകൾ തേനീച്ചകളെയും ഭക്ഷണാവശ്യത്തിനായി ആക്രമിക്കാറുണ്ട്. ആ സമയത്ത് തേനീച്ചക്കൂട്ടിലെ തേനോ ലാർവകളോ ഒക്കെയാവും ഭക്ഷിക്കുക. ചിലപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഒരു തേനീച്ചയുടെ പ്രോട്ടീൻ റിച്ച് ബോഡിയെ ആകും കടന്നലുകൾ ടാർഗറ്റ് ചെയ്യുക. ഇവിടെ ആക്രമിക്കപ്പെട്ട തേനീച്ച എമർജൻസി സിഗ്നലായി ഫിറോമോണുകൾ പുറപ്പെടുവിക്കുന്നു. ആ സിഗ്നൽ ലഭിച്ച മറ്റു തേനീച്ചകൾ ഓരോന്നായി എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വരുന്നു. അപാരമായ ഐക്യത്തിനും സഹകരണത്തിനും പേര് കേട്ടവരാണ് തേനീച്ചകൾ. കൂട്ടത്തിൽ ഒരുത്തനെ തോണ്ടിയപ്പോൾ എല്ലാവരും കൂടി വന്ന് കടന്നലിനെ പൊരിച്ചെടുത്തു. അതെ, അക്ഷരം മാറിയതല്ല, പൊരിക്കുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ബീ ബോളിംഗ് എന്നാണ് ഈ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയെ വിളിക്കുന്നത്. തേനീച്ചകൾ പന്തുപോലെ ശത്രുവിനെ പൊതിഞ്ഞ് അവയുടെ വിങ് മസിൽസ് വൈബ്രേറ്റ് ചെയ്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. പന്തിനുള്ളിലെ ടെമ്പറേച്ചർ മാരകമായ നിലയിലേക്ക് ഏകദേശം 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഇങ്ങനെ ഇവർ ഉയർത്തും. കടന്നലുകൾക്ക് ഈ ചൂടിനെ അതിജീവിക്കാൻ കഴിയില്ല, അവ ചത്തുപോകും. പക്ഷെ തേനീച്ചകൾക്ക് ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഇത് സഹിക്കാൻ കഴിയും. ലിറ്ററലി ശത്രുവിനെ നിർത്തി പൊരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.